സോളാർ കേസ് മാത്രമല്ല, TP വധക്കേസ് കൂടി വിവാദത്തിന്റെ പുകയിൽ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രതികളുടെ ജയിലിലെ സുഖവാസത്തിന്റെ പേരിൽ തിരുവഞ്ചൂരിനെ ഓടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കെ സുധാകരൻ. തിരുവഞ്ചൂർ രാജിവെച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ തിരുവഞ്ചൂർ എല്ലാം കേട്ട് ചിരിയോ ചിരി. അധികാരത്തിന്റെ ലഹരി ഉണ്ടാവാൻ ഭരണകർത്താക്കൾക്ക്, പക്ഷേ അത് മനസ്സിനെ കീഴടക്കി സ്ഥലകാല ഭ്രംശം ഉണ്ടാകരുത്. നമ്മൾ വിവാദങ്ങൾക്കില്ല, വാതുവെപ്പിനില്ല, അതൊന്നും ഇവിടെ ചോദ്യമല്ല. മെയ്യഭ്യാസത്തിനില്ല. ആണുങ്ങളെ നേർക്ക് അങ്ങനെ പറഞ്ഞാൽ ആണുങ്ങൾ അതുപോലെ തിരിച്ചും പറയും. കരേറ്റ പ്രകടനത്തിനില്ല, ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് നമ്മുടെ ഒതുങ്ങിയിട്ട്. വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? ഞാനില്ലല്ലോ, മുഖാമുഖം അല്ലല്ലോ. എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ല ഇതിനൊന്നും. ഞാനങ്ങ് തോറ്റു കൊടുത്താൽ മതിയല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഞാൻ എന്തിനാ വാത് കെട്ടാൻ പോകുന്നത്? എന്തോ അല്ല, ഞാൻ വാത് കെട്ടാൻ അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഞാൻ ഈ വാത് കെട്ടാനൊന്നുമില്ല, ഞാൻ ആ പണിക്കില്ല. ആയിക്കോട്ടെ, എന്നെ ഏൽപ്പിച്ച പണി ഇതൊന്നും അല്ല. എന്നെ ഏൽപ്പിച്ച പണി കേരളത്തിലെ നിയമസമാധാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഞാൻ അതൊന്നും ഉദ്ദേശശുദ്ധിയെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ എടുത്തോളൂ. ഒന്ന്, കേരളത്തിലൊരു വെടിവെപ്പുണ്ടായ സംഭവം ഏതാണോ പറയൂ, നിങ്ങൾ തന്നെ പറയൂ. വെടിവെപ്പുണ്ടായ കേരളത്തിലുണ്ടായ മറ്റ് ഓരോ രംഗത്തുമുള്ള ക്രൈമിൻ്റെ കുറേ കുറവുകൾ ഉണ്ടായിട്ടില്ലേ? കൊടികെട്ടിയ ക്രൂരന്മാർ പലരെയും അകത്താക്കിയില്ലേ? എല്ലാം അത് കേരള പോലീസിൻ്റെ ഒരു പരിശ്രമം അതിനകത്തില്ലേ? എല്ലാവരും സഹകരിച്ചു. പക്ഷേ എന്നാലും കേരള പോലീസിൻ്റെ ഒരു പരിശ്രമം ഉണ്ടല്ലോ. തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ കിടിലം കൊള്ളിച്ചിട്ടുള്ള പ്രമാണിമാരായിട്ടുള്ള ഗുണ്ടകൾ എവിടെ പോയി? അവരെല്ലാം പുറത്തല്ലായിരുന്നു. ഇപ്പോഴോ ആ നടപടിയുടെ ബുൾഡോസർ നിൽക്കില്ല, അത് മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഞാൻ ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്നില്ല. ഇതേ ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് സഹിക്കാവുന്നതിലപ്പുറത്ത് എത്തിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നു. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? അതായത് തിരുവഞ്ചൂർ രാജിവെക്കും എന്നാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും കുറെ തലകൾ ഉരുളും. ആ തലക്കൂട്ടത്തിൽ തിരുവഞ്ചൂർ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. സുധാകരന്റെയും ചെന്നിത്തലയുടെയും മറ്റും ഏർപ്പാടുകൾ കാണുമ്പോൾ സംശയിക്കുന്നവരെയും കുറ്റം പറയാൻ വയ്യ. ഇന്നത്തെ കുത്തിത്തിരിപ്പുകൾ അവസാനിക്കുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.